ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കൂടെ വാഗമണിലോട്ടാണ് പോകുന്നത്. 2 ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ 2 ദിവസത്തെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. വലിയ ലഗേജ് ഒന്നും ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ലഗേജ് എടുക്കുന്നത് ചേച്ചിയാണ്. ഇത് കണ്ടാൽ തോന്നും 1 വർഷത്തേക്ക് എവിടെ പോകുന്നെന്ന് തോന്നും. ഇതാണ് ചേട്ടന് എന്നെ പോലെ ചെറിയൊരു ബാഗ് എടുത്തിട്ടുള്ളൂ. 6 മണിക്കാണ് പോകുമെന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഏകദേശം 5:45 മണിയായി. നമ്മളെ വണ്ടി ഇവിടെ വരത്തില്ല, നമ്മള് അങ്ങോട്ട് പോകണം. നമ്മളവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, വഴിയിൽ നിന്ന് കയറും. അപ്പൊ അവരവിടെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രാവലറിലാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബൈക്കിൽ പോയി വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ 6 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ 5:45 ഇവിടെ ചേച്ചിയൊക്കെ ലേറ്റായത് കാരണം മൊത്തത്തിൽ ലേറ്റായി. ഇനി അവിടെ എത്തുമ്പോൾ വണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ശരി, 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടൂർ പോകാനുള്ള വണ്ടി വരുന്ന സ്ഥലം വരെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. പാബ്ലോ എന്നാണ് വണ്ടിയുടെ പേര്. അപ്പോൾ ആദ്യം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചേട്ടൻ്റെ ബീസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് പാബ്ലോ ആണ്. വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടാ? സൂപ്പർ, അടിപൊളി. ഇതാണ് നമ്മുടെ ടൂർ കൺവീനർ ഷെറിൻ ചേട്ടൻ. ആദ്യം നമ്മൾ ഷെറിൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ചേട്ടൻ്റെ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് താമസിച്ചത് കാരണം നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും വന്നത്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ലേറ്റായി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും വണ്ടിയുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ അകം. ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും ഇതിലും ഉണ്ടായിരുന്നു. LED, ലേസർ, സ്മോക്ക് തുടങ്ങിയ എല്ലാ സെറ്റപ്പും ഈ വണ്ടിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രിപ്പിന് വരാൻ പറഞ്ഞിട്ട് വരാത്തവരുള്ളതുകൊണ്ട് സീറ്റും ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2 ദിവസത്തേക്കുള്ള വാഗമൺ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അങ്ങനെ വണ്ടി കയറി എനിക്കിഷ്ടപ്പെട്ട വിൻഡോ സീറ്റിൽ തന്നെ ഞാൻ എൻ്റെ സീറ്റ് പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 9:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ നിർത്തി. ഫസ്റ്റ് സ്പോട്ടെന്നല്ല, ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഒരു റെസ്റ്റോറൻ്റാണ്. ഇതൊരു വീട്ടിൻ്റെ മോഡലിലൊക്കെ ചെയ്തേക്കുന്നതാണ്. വീടിൻ്റെ 2ാമത്തെ നിലയിലായിട്ടാണ് ഇവിടെ ഇവർ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് വെച്ച് കഴിച്ചു. ഞാനും ചേട്ടനും ചേച്ചിയൊക്കെ വീട്ടിൽ നമ്മൾ തന്നുവിട്ട ഫുഡുണ്ടായിരുന്നു. സോ നമ്മളതാണ് കഴിച്ചത്. പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം, കുഴപ്പമില്ല എന്ന് റെസ്റ്റോറൻറ്റുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് നിന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടിയിലോട്ട് കയറി. ഇനി അടുത്ത് എപ്പോഴാണ് ഫുഡ് കഴിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചു. എരുമേലി എത്തിയപ്പോഴത്തേക്കും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിൽ എന്തോ ഉത്സവമാണെന്ന് തോന്നുന്നു. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുട്ടിക്കാനം ഒക്കെ കഴിഞ്ഞ് വാഗമണിലോട്ട് എത്താറായി. ഈ കാണുന്ന തേയിലത്തോട്ടം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻസിലൊന്ന്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വാഗമണിലോട്ട് എത്തിയപ്പോഴത്തേക്കും തണുപ്പും വല്ലാണ്ട് കൂടിയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കൊരു തേയിലത്തോട്ടം കൂടി ജസ്റ്റ് അവിടെ നമ്മളൊന്ന് വണ്ടി ഒതുക്കിയതാണ്. ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു ടീ എസ്റ്റേറ്റ് ആണ്. ഇനി ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് താമസിക്കുന്ന നമുക്ക് ഇവിടെ വന്നപ്പോൾ ഫുൾ നാച്ചുറും അല്ലെങ്കിൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടാൽ എത്ര കണ്ടാലും മതി വരത്തില്ല. അങ്ങനെ ഞാനും ചേട്ടനും ചേച്ചിയും കൊണ്ട് അവിടെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തെങ്കിൽ നമുക്ക് മതിയായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ വാഗമണിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടൊക്കെ കാണുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിർത്താവുന്നതാണ്. ഇതും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ ഇറങ്ങി നോക്കാവുന്നതാണ്. നമ്മളിവിടുത്തെ കടയിലൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇറങ്ങാം. ഇവിടെ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇവിടെ വേറെ ആനകളുടെയോ വേറെ ആനിമൽസിൻ്റെ ഒന്നും ശല്യമില്ല. പിന്നെ നമ്മുടെ കൂടെ വന്ന് കുറച്ച് പേരുടെയൊക്കെ കാലുകളിൽ കുളയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് മാത്രം സൂക്ഷിച്ചാൽ മതി. അതും ഈ വെള്ളത്തിലിറങ്ങിയപ്പോഴായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും നമ്മൾ വാഗമണിലെ ഫസ്റ്റ് സ്പോട്ടായ അഡ്വഞ്ചർ പാർക്കിലൊക്കെ എത്തി. അപ്പോൾ പേര് പോലെ തന്നെ ഇവിടെ ഫുള്ള് അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കയാക്കിങ്ങും അങ്ങനെ എക്സ്ട്രാ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 25 രൂപയാണ് എൻട്രി ഫീസ്. അതിന് പുറമെ ഇവിടെ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമോ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ പാസ്സായിട്ട് എടുക്കണം. ഫ്രൈഡേ ആണ് നമ്മളിവിടെ വന്നെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഇൻഡിവിജ്വലായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പുറമെ നല്ലൊരു വ്യൂ പോയിൻ്റായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. അതുകൊണ്ട് വ്യൂ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഇങ്ങോട്ട് വരാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് നടന്നു പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടുത്തെ ഈ കുട്ടി ട്രെയിൻ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ചാർജ് ഇവർ ഈടാക്കും. നമ്മൾ പിന്നെ എന്തായാലും ട്രെയിനൊന്നും എടുക്കാൻ നിന്നില്ല, ഫുള്ള് നടന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ഈ അഡ്വഞ്ചർ പാർക്കിലെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നും അതിൻ്റെ റേറ്റ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെന്നിട്ട് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ 5 മിനിറ്റ് നിൽക്കണതിന് 250 രൂപയാണ് അവിടെ ഫീസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും ട്രൈ ചെയ്തില്ല. പിന്നെ നമ്മളവിടെ ജസ്റ്റൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞാനും ചേട്ടനും ചേച്ചിയും കൊണ്ട് നേരെ അവിടെ ഒരു ടവറുണ്ട്, ആ ടവറിലോട്ട് കയറി. ഞാനും ചേട്ടനും ആണെങ്കിൽ 2ാം തവണയാണ് ഇത് വാഗമൺ വിസിറ്റ് ചെയ്യുന്നത്, ചേച്ചിയാണെങ്കിൽ ഫസ്റ്റ് ടൈമും. അപ്പോൾ മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ ടവറിൽ കയറിയത്. അന്ന് ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ല കോടയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണി ആവാറായതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തണുപ്പൊന്നും ഇല്ലാന്ന് പ്രതീക്ഷയാണ് നമ്മൾ കയറിയത്. പക്ഷേ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും പതുക്കെ കോട വന്നു തുടങ്ങി. അതിനോടൊപ്പം തന്നെ തണുപ്പും ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. മൂന്നാറിൻ്റെ അത്രയും ഒരു തണുപ്പ് ഇവിടെ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും നല്ല കോടയും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഉള്ളൊരു അന്തരീക്ഷമേ അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെട്ടെന്നാണ് ഇവിടെ ഇങ്ങനെ ആയി തുടങ്ങിയത്. മഴയും പ്രതീക്ഷയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെങ്കിലും വാഗമൺ അത്യാവശ്യം ഇതുവരെ ഒരു മഴക്കോള് പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആ ടവറിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കാനും തണുപ്പ് കൊള്ളാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ടവറിൽ തന്നെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് താഴോട്ടിറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽ ഒരെണ്ണം. സ്കൈ സൈക്ലിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളാരും ഇതൊന്നും ചെയ്യാൻ പോയില്ല. നമ്മൾ പിന്നെ കുറച്ച് നേരം നിന്ന് മഞ്ഞൊക്കെ കൊണ്ടിട്ട് ടവറിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ഇതുപോലെ 3 ബ്രിഡ്ജസ് ഉണ്ട്. അതിലൊരെണ്ണം നല്ല വലുത്, ഒരെണ്ണം ചെറുത്, പിന്നെ ഒരെണ്ണം അതിനേക്കാൾ ചെറുത്. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേറെ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു, അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അഡ്വഞ്ചർ പാർക്കൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ പോയത് വാഗമൺ പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെ തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡും കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങി. ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടും. പെർ ഹെഡിന് 10 രൂപയാണ് ഇവിടുത്തെ പാസ്സായിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പം കാണുന്ന ടൈപ്പുള്ള സെയിം പൈൻ ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ സ്പോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കുമ്പോൾ നമ്മുടെ നാളെ ഏതാണോ അതിന് ചേർന്ന മരം ഏതാണെന്നുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാഗമൺ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. വെറും 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ക്യാമറയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എക്സ്ട്രാ 100 രൂപ കൂടെ അടയ്ക്കണം. 5:30 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഇത് ഏകദേശം ക്ലോസ് ചെയ്യാറായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. നമ്മളൊരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റേഴ്സ് മാത്രമേ ഇവിടേക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള അടിപൊളി റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒരു റൂമിന് 800 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഏകദേശം 10 മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ താഴെ വന്ന് ഫയറൊക്കെ കൂട്ടിയിട്ട് ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ അഡീഷണൽ ചാർജാണ്. റൂമിന് പുറമെ ക്യാമ്പ് ഫയറിന് DJക്കൊക്കെ നമ്മൾ അഡീഷണലായിട്ട് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പ് ഡേ 1 ഏകദേശം ഇത്ര ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അധികം സ്പോട്ടിലൊന്നും പോയില്ല. 2 സ്പോട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡേ 2 നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡേ 2 ഇൻ വാഗമൺ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.